നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ 1.21 ആണ്. ഇതിൻ്റെ സീഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. ബെഡ് റോക്ക് എഡീഷൻ ആണിത്. നമുക്ക് ആദ്യം തന്നെ ഷീപ്പിനെ കൊല്ലാം. 3 ഷീപ്പിനെയാണ് നമുക്ക് വേണ്ടത്. അതിനെ കൊണ്ടുപോയി നമുക്ക് ആദ്യം കൊല്ലണം. കൊന്നിട്ട് നമുക്ക് വൂള് കിട്ടും. വൂള് നമ്മൾ കളയല്, വൂള് കയ്യിൽ തന്നെ വെക്കണം. എന്നിട്ട് രണ്ടാമത് നമ്മളെ വുഡ് വെട്ടണം. വുഡ് വെട്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയോ. ഇത്ര വുഡ് എടുത്തിട്ട് നമ്മൾ പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ 2 വൂളും കൂടെ വേണം. നമുക്ക് ആദ്യം തന്നെ അതുകൊണ്ട് ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കി ഒരു പിക്കാക്സും ഉണ്ടാക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഷീപ്പിനെ തപ്പാൻ പോവാം. നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ തപ്പുമ്പോൾ കിട്ടത്തുള്ളൂ ഷീപ്പിനെയൊക്കെ. നമ്മളൊരു ഐലൻഡിലാണ്, അതായത് പെട്ടെന്ന് ഷീപ്പിനെ കിട്ടിയാൽ. നമ്മൾ ഈ വീഡിയോ തന്നെ നിർത്തത്തൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോ മൈൻക്രാഫ്റ്റിൻ്റെ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പാർട്ടായിട്ട് വീണ്ടും വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ മറക്കല്ല്. ഇതിൻ്റെ പാർട്ട് വരുന്നതാണ്. ഇതാണ് 1ാമത്തെ പാർട്ട്. ഇത് ചെറിയ വീഡിയോ ആണ്, അത്ര വലിയ വീഡിയോ അല്ല 1ാമത്തത്. നമുക്ക് അങ്ങനെ ഷീപ്പിനെ തപ്പാം. ഷീപ്പിനെ തപ്പിയിട്ട് ഞാൻ വരാം. ഷീപ്പിനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമായി തപ്പാൻ തുടങ്ങിയിട്ട്. നമുക്ക് തപ്പിക്കൊണ്ട് തന്നെ ഇരിക്കാം, കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് നേരം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഷീപ്പിനെ കിട്ടും. 2 ഷീപ്പിനെ വേണം, ഒരെണ്ണമല്ല 3 വൂള് വേണം. നമുക്കല്ലെങ്കിൽ അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ഷിയർ ഉണ്ടാക്കി ഷിയർ വെച്ച് ഷിയർ ചെയ്താൽ ചില ഷീപ്പൊക്കെ ഒരു ഷീപ്പ് കഴിഞ്ഞാൽ 3 വൂള് തരും. പിന്നെ അതിൻ്റെ ദേഹത്തോട്ട് വീണ്ടും വൂള് വരും. നമുക്ക് 2ാമത്തെ ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഷീപ്പും കൂടെ ഉണ്ട്. നമുക്ക് 3 എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് കൊല്ലാം. എന്നിട്ട് ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഒരെണ്ണം കൂടെ എടുക്കണം. എന്നിട്ട് നമുക്കതിനെ പിങ്ക് കളറാക്കണം. കഴിഞ്ഞിട്ട് നമുക്കതിനെ ഇവിടെ വെക്കണം. എന്നിട്ട് അതിനൊന്ന് പിങ്ക് ആക്കണം. പിങ്ക് ആക്കിയിട്ട് ഇതിനെ ഒന്ന് പിങ്ക് ആക്കണം. 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് 3 ബെഡും 3 വൂളും മതി. നമുക്ക് എന്നിട്ട് അത് പ്ലേസ് ചെയ്യാം ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ വെക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കി നമുക്ക് കുക്ക് ചെയ്യാം. നമുക്ക് ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ 8 സ്റ്റോൺ വേണം. നമുക്ക് 7 എണ്ണം ആയിട്ടുണ്ട്. ഇപ്പോൾ 8 ആയിട്ടുണ്ട്. 8 എണ്ണം മതി. 8 എണ്ണം എടുത്തിട്ട് മേലോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഗ്രാസൊക്കെ വെച്ച് കയറി പോകണം. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഇത്രയും തന്നെ മതി നമുക്ക് ഫർണസ് ഉണ്ടാക്കാൻ. ഫർണസ് ഇവിടെ വെക്കാം. നമുക്ക് കുറച്ച് വുഡ് വേണം. വുഡ് ഉണ്ടാകുന്നതിൽ നമുക്ക് തീ കത്തിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് വുഡ് മതി. കുറച്ചേ കുക്ക് ചെയ്യുന്നുള്ളൂ. ഫുഡ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത്ര ടൈമും വേണം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ. നമ്മൾ നേരെ അത് പ്ലാങ്ക് ആക്കണം.
ഫുള്ള് പ്ലാങ്ക് ആക്കണം. എന്നിട്ട് ആ പ്ലാങ്ക് എടുത്ത് ഇവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോ മട്ടൻ വെക്കണം. അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രാസ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് സീഡ് കിട്ടും. സീഡ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ സീഡ് നടണമെങ്കിൽ ഹോ വേണം. ഹോ ഉണ്ട് വെള്ളമുള്ളൊരു സ്ഥലത്ത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വീറ്റാവും. വീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അത് നമുക്ക് കഴിക്കാം. അതൊക്കെ നല്ല ഫുഡാണ്. നമ്മുടെ ഈ ഡോഗ്സിനൊക്കെ നമുക്ക് പെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബോൺ വേണം. ബോൺ കൊടുത്തു കഴിഞ്ഞാൽ പെറ്റാവും. നമ്മുടെ കൂടെ തന്നെ വരും. നമുക്ക് ഇരുത്താൻ താഴെ വേണമെങ്കിൽ നമുക്ക് എണീപ്പിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു സീഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സീഡ് നമുക്ക് പോരാ, ഇനിയും വേണം. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ബെഡിലോട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ റീസ്പോൺ എന്ന് പറഞ്ഞ് വരും. ആ റീസ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോംബിയൊക്കെ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്ന് സ്പോൺ ആകും. നമുക്ക് ഞെക്കണം ബെഡിലോട്ട്. Respawn point set. You can only sleep at night and during thunderstorms. ഇപ്പോൾ ചില ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ മേളിൽ എന്തെങ്കിലും എഴുതി കാണിക്കും. ഇങ്ങനെ എഴുതി കാണിക്കും. നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ സീഡ് എടുക്കാൻ വേണം. സീഡ് എടുക്കും. എന്നിട്ട് Respawn point set. ഫുഡ് ആയിട്ടാണ് You can only sleep at night and during thunderstorms. നമ്മൾ കഴിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഇത് ഫുള്ളാവണം. ഇത് ഫുള്ളാവുന്നവരെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കണ്ടു. ഹാർട്ട് ഫുള്ളാവണം. ഹാർട്ട് മുഴുവനും പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവും. നമ്മുടെ ഈ ഫുഡ് കാണിക്കുന്നില്ലേ, ലെഗ് പീസ് ഫുള്ളും തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടും ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ ചത്തുപോകും. നമുക്ക് ഫുഡ് വേണം. നമുക്ക് ഈ വെള്ളം കുടിച്ചാൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പവും പറ്റത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഹോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വുഡ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് കൊണ്ട് ഹോ ഉണ്ടാക്കാം. ഹോ ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്തുള്ള നമുക്കിവിടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടറിൻ്റെ ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ ചെയ്യണം. എന്നിട്ട് വീണ്ടും സീഡ് കിട്ടുമ്പോൾ അതൊക്കെ നടാം. കുറച്ചേ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യണ്ട, ഇങ്ങനെ ഫുള്ളങ്ങ് ചെയ്യാം. അത്ര ദൂരത്തോണ്ട് കൊണ്ടുപോകണ്ട. പിന്നെ നമുക്ക് വെള്ളം കിട്ടാതെ ചെടിയൊന്നും വളരത്തില്ല. കുറച്ചങ്ങ് ചെയ്തിട്ട് നമ്മുടെ ഒരു സൈഡേ ഉള്ളൂ, അത് നട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇത് പുല്ലൊക്കെ കളയുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടും. കുറേ ചെയ്യണം, കുറേ കിട്ടും. നമ്മളിങ്ങനെ പതിയെ ചെയ്താൽ മതി. നല്ല സ്പീഡ് എൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ ഭയങ്കര സ്പീഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡ് ചെയ്യണം. നമ്മളിവിടെ വെക്കണം. നമ്മൾ വഴി മറന്നു പോയില്ല നമ്മളൊരിക്കലും. നമ്മുടെ ബെഡൊക്കെ പോവും. നമ്മൾ എവിടെയെങ്കിലും പോയി ചത്തു കഴിഞ്ഞാൽ വീണ്ടും വരും. നമുക്ക് കുറച്ച് വുഡ് എടുത്തിട്ട് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 8 പ്ലാങ്ക് വേണം. നമുക്കിപ്പോൾ 10 പ്ലാങ്ക് ഉണ്ട്. അതിന് 8 എണ്ണം മതി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും കാണും. ഞാനിപ്പോൾ കാണിച്ചു തരാം ഏതാണ് ചെസ്റ്റെന്ന്. ചെസ്റ്റ് ഇവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാൽ മതി. ചെസ്റ്റിൻ്റെ സ്പെല്ലിങ് CHES വേണ്ട കേട്ടോ, ഞാൻ അറിയാതെ അടിച്ചാണ്. ST എന്ന് അടിച്ചാൽ മതി.
അപ്പോൾ വരും. അപ്പോൾ നമുക്ക് ചെസ്റ്റ് കാണാം. ചെസ്റ്റ് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാം. Respawn point set. രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉറങ്ങണം, അല്ല സോംബി വരും. നമ്മൾ അറിയാതെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിച്ചിതെടുക്കണം. Respawn point set. You can only sleep at night and during thunderstorms. വേണ്ടാത്ത നല്ല ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെസ്റ്റിലങ്ങ് വെക്കുക. സ്റ്റോറേജ് ഉണ്ട്, കുറേ വെക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോ വരുന്നവരെ